അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഹോട്ടലിലെ അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും രുചിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിവട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ വെൽക്കംസ് ടു എൻജീസ് കേരള കിച്ചൺ. ഞാൻ അതിനായിട്ടൊരു 4 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഇവിടെ സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ആക്ച്വലി ഗ്രേറ്ററിൽ ഈ വലിയ പോർഷനിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഒന്ന് പാളിപ്പോയി. അതിന് മൂർച്ചയില്ലാത്തത് കാരണം ഞാൻ പിന്നീട് ആ ചെറിയ പോർഷനിലാണ് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം ആ ചെറിയ പോർഷനിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഉള്ളിയുടെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റിൽ നമുക്കൊരിക്കലും കിട്ടത്തില്ല. ഒന്നെങ്കിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക, പക്ഷെ അരിയുന്നതിനേക്കാളും നല്ല ഗ്രേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ചെറിയ പോർഷനിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ലിഡ് കൊണ്ട് അടച്ചിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. മിനിറ്റ്സിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള എക്സ്ട്രാ ഉള്ള വാട്ടർ മുഴുവൻ ഞാൻ ഇതിൽ നിന്ന് നീക്കം ചെയ്ത് കളയുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. ശേഷം ആ സവോളയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാത്രം ജിഞ്ചർ, ചെറുതായിട്ട് മുറിച്ച ഇഞ്ചിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2 പച്ചമുളക്, ഇച്ചിരി എരിവുള്ള പച്ചമുളക് തന്നെയാണ്, അത് ചെറുതായിട്ട് നറുക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് കറി ലീവ്സ്, അതും ഞാൻ കുറച്ച് ചെറുതായിട്ട് കത്രിക കൊണ്ട് മുറിച്ചിടുവാണ്. ശേഷം അതിലേക്ക് ചേർക്കുന്ന 1/2 ടീസ്പൂൺ ഷുഗറാണ്, പഞ്ചസാര. നമുക്ക് ഹോട്ടൽ രുചിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ശേഷം ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്, നമ്മുടെ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മാത്രം ആവശ്യത്തിന്, ഇനി വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കായം ചേർത്ത് കൊടുക്കുക. ഒരു 1-2 നുള്ളു കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, പക്ഷെ അത് ശരിയായില്ല. പിന്നീട് ഞാനത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മൈദയും ഒരു 1/2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും, നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത പ്രത്യേക ഒരു രുചി കിട്ടും നമുക്ക് ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്താൽ. സോ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ശരിയാവാത്തതിന് ശേഷം ഞാനത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, ഉടനെ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സോ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അത് നന്നായിട്ട് ചൂടായെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ വിരൽ കൊണ്ട് തന്നെ അത് ഷേപ്പാക്കി എടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അല്ലാതെ ഉരുട്ടി അതങ്ങനെ ഷേപ്പാക്കുന്നൊന്നുമില്ല. ജസ്റ്റ് കുറച്ചെടുക്കുക, അത് വിരലിൽ വെച്ച് തന്നെ ഷേപ്പാക്കുക, അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ തിരിച്ചും മറിച്ചുമായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഈ സമയത്തൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഉള്ളിയാണ് എളുപ്പം കരിഞ്ഞു പോകും. സോ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ സാധാരണ നേരത്തേക്ക് ഉള്ളിവട പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കടലമാവും മൈദയാണ് ചേർത്തോണ്ടിരുന്നത്. പക്ഷെ ഞാൻ കടലമാവ് ചേർക്കാതെ ഉള്ളിവട ഉണ്ടാക്കുമ്പോഴാണ് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവട നിങ്ങൾക്ക് കിട്ടും. ആ ഒരു എക്സസ് വാട്ടറൊക്കെ ഉള്ളിൽ നിന്നുള്ള, ആ സവോളയിൽ നിന്നുള്ള എക്സസ് വാട്ടറൊക്കെ കളഞ്ഞിട്ട് ആ ഒരു നനവിൽ തന്നെ കുഴച്ചെടുത്താൽ മാത്രം മതി, വേറെ വെള്ളം ഒന്നും ചേർക്കരുത്. നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളിവടയാണിത്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക.
So please like, share and subscribe my channel and support my channel. Thank you.